ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. സൂർ രാജവംശ സ്ഥാപകൻ ആരാണ്? ഷേർഷാ സൂരി. സൂർ രാജവംശ സ്ഥാപകൻ ഷേർഷാ സൂരിയാണ്. 1540 ഷേർഷാ സൂരി സൂർ രാജവംശം സ്ഥാപിക്കുന്നത്. ആരെ പരാജയപ്പെടുത്തിയാണ് ഷേർഷാ സൂരി സൂർ രാജവംശം സ്ഥാപിച്ചത്? ഹുമയൂണിനെ. മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് 1540 ഷേർഷാ സൂരി സൂർ രാജവംശം സ്ഥാപിച്ചത്. റുപ്യ എന്ന നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂരി. ഇന്ത്യൻ രൂപയുടെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ റുപ്യ എന്ന നാണയം ആണ്. റുപ്യ എന്ന നാണയ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഷേർഷാ സൂരിയാണ്. ആധുനിക പാട്ന നഗരത്തിൻ്റെ ശില്പി ആരാണ്? ഷേർഷാ സൂരി. ആധുനിക പാട്ന നഗരത്തിൻ്റെ ശില്പി ഷേർഷാ സൂരിയാണ്. ഷേർഷാ സൂരി നിർമ്മിച്ച സത്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? സരായികൾ. ഷേർഷാ നിർമ്മിച്ച സത്രങ്ങൾ അറിയപ്പെടുന്നത് സരായികൾ എന്ന പേരിലാണ്. ഷേർഷാ സൂരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സസാരം. ബീഹാറിലെ സസാരം ആണ് ഷേർഷാ സൂരിയുടെ ശവകുടീരം. മറാത്ത സാമ്രാജ്യ സ്ഥാപകനാരാണ്? ശിവജി. മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ശിവജിയാണ്. മറാത്ത വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? ഛത്രപതി ശിവജി. മറാത്ത വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ഛത്രപതി ശിവജി. ശിവജിയുടെ ഗുരു ആരായിരുന്നു? ദാദാജി കൊണ്ടദേവ്. ശിവജിയുടെ ഗുരു അല്ലെങ്കിൽ രക്ഷകർത്താവായിരുന്നു ദാദാജി കൊണ്ടദേവ്. ശിവജിയുടെ തലസ്ഥാനമായിരുന്നു റായ്ഗഡ്. ശിവജിയുടെ തലസ്ഥാനത്തിൻ്റെ പേരെന്താണ്? റായ്ഗഡ്. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയായിരുന്നു? ശിവജിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശിവജിയാണ്. ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം ഏതാണ്? AD 1674. ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം AD 1674. ശിവജിയുടെ കുതിരയുടെ പേരെന്താണ്? പഞ്ചകല്യാണി. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി എന്നായിരുന്നു. ശിവജിയുടെ വാളിൻ്റെ പേരെന്താണ്? ഭവാനി. ശിവജിയുടെ വാളിൻ്റെ പേര് ഭവാനി എന്നായിരുന്നു. ഹൈന്ദവ ധർമ്മോദ്ധാരക എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? ശിവജി. ഹൈന്ദവ ധർമ്മോദ്ധാരക എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ശിവജിയാണ്. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയുടെ പേരെന്താണ്? അഷ്ടപ്രധാൻ. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയാണ് അഷ്ടപ്രധാൻ. മറാത്ത മാക്യവല്ലി എന്നറിയപ്പെട്ടിരുന്ന മറാത്ത സാമ്രാജ്യത്തിൻ്റെ പേഷ്വ ആരായിരുന്നു? ബാലാജി വിശ്വനാഥ്. മറാത്ത മാക്യവല്ലി എന്നറിയപ്പെട്ടിരുന്ന മറാത്ത സാമ്രാജ്യത്തിൻ്റെ പേഷ്വ ആയിരുന്നു ബാലാജി വിശ്വനാഥ്. മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ്? 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധം. മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? അഹമ്മദ് ഷാ അബ്ദാലിയുടെ അഫ്ഗാൻ സേനയും മറാത്തികളും തമ്മിലാണ് മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന സിഖ് ഭരണാധികാരി ആരാണ്? രാജ രഞ്ജിത് സിംഗ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന സിഖ് ഭരണാധികാരി രാജ രഞ്ജിത് സിംഗ് ആണ്. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. മധ്യകാല ഇന്ത്യയിൽ കുതിരകളെ ഉപയോഗിച്ച് തപാലുകൾ കൈമാറിയിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉല്ലൂഖ്. മധ്യകാല ഇന്ത്യയിൽ കുതിരകളെ ഉപയോഗിച്ച് തപാലുകൾ കൈമാറിയിരുന്ന സമ്പ്രദായമാണ് ഉല്ലൂഖ്. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാൽനടയായുള്ള തപാൽ സമ്പ്രദായം അറിയപ്പെടുന്ന പേരെന്താണ്? ദാവ. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാൽനടയായുള്ള തപാൽ സമ്പ്രദായമാണ് ദാവ. മധ്യകാലത്ത് കോടതി ഭാഷയായി ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? പേർഷ്യൻ ഭാഷ.
മധ്യകാലത്ത് കോടതി ഭാഷയായി ഉപയോഗിച്ചിരുന്ന ഭാഷ പേർഷ്യൻ ഭാഷയാണ്. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ബദൗനി. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ബദൗനിയാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ച ഭാഷ ഏതാണ്? ഹിന്ദി. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ചൊരു ഭാഷയാണ് ഹിന്ദി. രാമചരിതമാനസം രചിച്ച ആരാണ്? തുളസീദാസ്. രാമചരിതമാനസം രചിച്ചത് തുളസീദാസാണ്. പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. മധ്യേഷ്യയിൽ നിന്നും സൂഫികൾ ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടം ഏതാണ്? 11-ാം നൂറ്റാണ്ട്. മധ്യേഷ്യയിൽ നിന്നും സൂഫികൾ ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടം 11-ാം നൂറ്റാണ്ടാണ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ കവി ആരായിരുന്നു? കബീർ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ കവി കബീറാണ്. 12-ാം നൂറ്റാണ്ടിൽ വീരശൈവ പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ്? കർണാടകയിൽ. 12-ാം നൂറ്റാണ്ടിൽ വീരശൈവ പ്രസ്ഥാനം രൂപം കൊണ്ടത് കർണാടകയിലാണ്. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബസവണ്ണയാണ്. ലിംഗവിവേചനത്തിനും ജാതി വിവേചനത്തിനും എതിരെ ആദ്യമായി രംഗത്ത് വന്ന പ്രസ്ഥാനം ഏതാണ്? വീരശൈവ പ്രസ്ഥാനം. ലിംഗവിവേചനത്തിനും ജാതി വിവേചനത്തിനും എതിരെ ആദ്യമായി രംഗത്ത് വന്നൊരു പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ സാഹിത്യരൂപം ഏതാണ്? വചന സാഹിത്യം. വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ സാഹിത്യരൂപമാണ് വചന സാഹിത്യം. സിഖ് മത സ്ഥാപകൻ ആരാണ്? ഗുരു നാനാക്ക്. സിഖ് മത സ്ഥാപകൻ ഗുരു നാനാക്കാണ്. ഗുരു നാനാക്കിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? പാകിസ്ഥാനിലെ താൽവണ്ടി. 1469 പാകിസ്ഥാനിലെ താൽവണ്ടിയിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. ഗുരുമുഖി ലിപിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു അംഗദ്. ഗുരുമുഖി ലിപിയുടെ ഉപജ്ഞാതാവ് ഗുരു അംഗദാണ്. അമൃത്സർ നഗരം പണികഴിപ്പിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു രാംദാസ്. അമൃത്സർ നഗരം പണികഴിപ്പിച്ച സിഖ് ഗുരു ഗുരു രാംദാസ് ആണ്. അമൃത്സറിൽ സുവർണക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു അർജുൻ ദേവ്. അമൃത്സറിൽ സുവർണക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു ഗുരു അർജുൻ ദേവ് ആണ്. ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്നത് അമൃത്സറിലെ സുവർണക്ഷേത്രമാണ്. ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്നത് എന്താണ്? അമൃത്സറിലെ സുവർണക്ഷേത്രം. ഖാലിസ്ഥാൻ ഭീകരർക്കെതിരെ സുവർണക്ഷേത്രത്തിൽ 1984 നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഖാലിസ്ഥാൻ ഭീകരർക്കെതിരെ സുവർണക്ഷേത്രത്തിൽ 1984 നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സിഖുകാരുടെ പുണ്യഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് അഥവാ ആദി ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആരാണ്? ഗുരു അർജുൻ ദേവ്. സിഖുകാരുടെ പുണ്യഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് അഥവാ ആദി ഗ്രന്ഥം ക്രോഡീകരിച്ചത് ഗുരു അർജുൻ ദേവാണ്. ഗുരു അർജുൻ ദേവിനെ വധിച്ച മുഗൾ രാജാവ് ആരാണ്? ജഹാംഗീർ. ഗുരു അർജുൻ ദേവിനെ വധിച്ചത് ജഹാംഗീറാണ്. 11ാമത്തെ സിഖ് ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? ആദി ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ്. 11ാമത്തെ സിഖ് ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആദി ഗ്രന്ഥം അഥവാ ഗുരു ഗ്രന്ഥ സാഹിബാണ്. മുഗൾ ഭരണാധികാരി ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു ആരാണ്? ഗുരു തേജ് ബഹാദൂർ. മുഗൾ ഭരണാധികാരി ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു ഗുരു തേജ് ബഹാദൂറാണ്. 10ാമത്തെ അവസാനത്തെ സിഖ് ഗുരു ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ്. 10ാമത്തെയും അവസാനത്തെ സിഖ് ഗുരു ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിഖ് മത വിശ്വാസികളുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിഖ് മത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം പഞ്ചാബാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സിഖ് മത വിശ്വാസികളുള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സിഖ് മത വിശ്വാസികളുള്ള ജില്ല എറണാകുളമാണ്.
ഖൽസ രൂപീകരിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ്. ഖൽസ രൂപീകരിച്ച സിഖ് ഗുരു അവസാനത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. സിഖുകാരുടെ ആരാധനാലയം അറിയപ്പെടുന്ന പേരെന്താണ്? ഗുരുദ്വാര. സിഖുകാരുടെ ആരാധനാലയം അറിയപ്പെടുന്നത് ഗുരുദ്വാര എന്ന പേരിലാണ്. ഗുരു പർവ് ഏത് മതക്കാരുടെ ആഘോഷമാണ്? സിഖ് മതം. ഗുരു പർവ് എന്നത് സിഖ് മതക്കാരുടെ ആഘോഷമാണ്. ഇനി നമുക്ക് മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച പ്രധാന ജല നിർമ്മിതികളും അത് നിർമ്മിച്ച ആരാണെന്നും കൂടി നോക്കാം. ആദ്യമായി കുത്തബ് മിനാർ നിർമ്മിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കും പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷുമാണ്. അദായി ദിൻ കാ ജോൻപ്ര നിർമ്മിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. കുവത്ത് ഉൾ ഇസ്ലാം മോസ്ക് കുത്തബുദ്ദീൻ ഐബക്കാണ്. അലൈ ദർവാസ പ്രധാനപ്പെട്ടാണ്, ഞാൻ 2 തവണ വായിക്കുന്നത്. അലൈ ദർവാസ അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ചതാണ്. സിരി പോർട്ടും അലാവുദ്ദീൻ ഖിൽജിയാണ്. അലൈ ദർവാസയും സിരി പോർട്ടും നിർമ്മിച്ച ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. തുഗ്ലക്കാബാദ് നഗരം, തുഗ്ലക്കാബാദ് കോട്ട എന്നിവ നിർമ്മിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ജഹൻ പന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിർമ്മിച്ചാണ്. ജഹൻ പന നിർമ്മിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ആഗ്ര നഗരം സ്ഥാപിച്ച ആരാണ്? സിക്കന്ദർ ലോധി. പ്രധാനപ്പെട്ടതാണ്. ആഗ്ര നഗരം സ്ഥാപിച്ചത് സിക്കന്ദർ ലോധിയാണ്. ചണ്ഡീഗഡ് നഗരത്തിൻ്റെ ശില്പി ലേ കർബൂസിയറാണ്. ചണ്ഡീഗഡ് നഗരത്തിൻ്റെ ശില്പി ആരാണ്? ലേ കർബൂസിയർ. കൊൽക്കത്ത നഗരത്തിൻ്റെ സ്ഥാപകൻ ജോബ് ചാർണോക്കാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ജോർജ് വിറ്ററ്റാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ജോർജ് വിറ്ററ്റാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ സ്ഥാപകൻ എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ഇന്ത്യ ഗേറ്റിൻ്റെ സ്ഥാപകൻ ആരാണ്? എഡ്വിൻ ലൂട്ടിൻസ് ആണ്. രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചത് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ്. രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചത് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ്. ന്യൂഡൽഹി നഗരം നിർമ്മിച്ചതും എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ്. ന്യൂഡൽഹി നഗരം നിർമ്മിച്ച ആരാണ്? എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചതും എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ്. വിക്ടോറിയ ടെർമിനൽസ് പണിയെടുപ്പിച്ചത് ഫ്രെഡറിക് വില്യം സ്റ്റീവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.